എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. എന്നാൽ ഈ സഹനങ്ങളെല്ലാം അതിൻ്റെ മൂർധന്യത്തിലെത്തിയിരുന്നു എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. എൻ്റെ നിത്യവ്രതത്തിനു മുമ്പ് ഈ സംശയങ്ങൾക്ക് അറുതി വരുത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു. എൻ്റെ പരിശീലനകാലം മുഴുവൻ എൻ്റെ ആത്മാവിൻ്റെ കാര്യങ്ങളെല്ലാം ആഴത്തിൽ തുറന്ന് സംസാരിക്കേണ്ടിയിരുന്ന വൈദികന് വെളിച്ചം കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം തന്നെ എന്നെ സഹായിക്കണമെന്നും ദൈവവുമായുള്ള എൻ്റെ ഏറ്റവും രഹസ്യ സംസർഗങ്ങളെപ്പോലും വെളിപ്പെടുത്താനും വൈദികൻ നിർദ്ദേശിക്കുന്നവ ഈശോയിൽ നിന്ന് തന്നെ വരുന്നതായി കരുതി അനുസരിക്കാനുമുള്ള കൃപയ്ക്കായി ഞാൻ പ്രാർത്ഥിച്ചു. അദ്ദേഹം എന്നെപ്പറ്റി എന്തു വിചാരിച്ചാലും സാരമില്ല, എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടിയും സത്യവും അറിയണമെന്ന് ഞാൻ നിശ്ചയിച്ചു. ദൈവകരങ്ങളിൽ പൂർണ്ണമായും എന്നെ സമർപ്പിച്ചു. എൻ്റെ ആത്മാവ് സത്യം അറിയാനായി വാഞ്ചിക്കുന്നു. സന്നിഗ്ധാവസ്ഥയിൽ തുടരാൻ എനിക്ക് സാധ്യമല്ല. ഇതെല്ലാം ദൈവത്തിൽ നിന്നാണെന്നും ഇതിനായി എൻ്റെ ജീവൻ പോലും അർപ്പിക്കാൻ തയ്യാറായിരുന്നെന്നും എൻ്റെ അന്തരാത്മാവിൽ എനിക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നെങ്കിലും ഈ സന്നിഗ്ധാവസ്ഥയിൽ തുടരാൻ ഞാൻ ആഗ്രഹിച്ചില്ല. എന്നിരുന്നാലും കുമ്പസാരക്കാരൻ്റെ അഭിപ്രായത്തിന് ഞാൻ മുൻതൂക്കം നൽകി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ മാനിക്കുകയും എനിക്ക് നൽകുന്ന ഉപദേശങ്ങൾ അനുവർത്തിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. എൻ്റെ ഭാവി ജീവിതത്തെ നിർണ്ണയിക്കുന്ന ഈ നിമിഷത്തിനായി ഞാൻ ആകാംക്ഷയോടെ കാത്തിരുന്നു. എല്ലാം ഇതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞു. അദ്ദേഹം എൻ്റെ ഉൾപ്രേരണയ്ക്ക് അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ചാലും അതെനിക്കൊരു പ്രശ്നമായിരുന്നില്ല. അതൊന്നും എന്നെ അലട്ടിയിരുന്നില്ല. സത്യം അറിയണമെന്നും അത് അനുവർത്തിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ഈശോയെ, അങ്ങേക്ക് എന്നെ സഹായിക്കാൻ സാധിക്കും. ഈ നിമിഷം മുതൽ ഞാൻ നവമായി ആരംഭിക്കുകയാണ്. എൻ്റെ ആത്മാവിലെല്ലാ കൃപകളും സംഗ്രഹിച്ച് അങ്ങ് അയക്കുന്നവനു വേണ്ടി കാത്തിരിക്കുന്നു. സംശയലേശമെന്നെ ഈ നിമിഷങ്ങളിൽ കർത്താവ് തന്നെ എന്നെ സഹായിക്കാൻ കനിയണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ആത്മധൈര്യം ലഭിച്ചു. ഞാൻ വീണ്ടും സൂചിപ്പിക്കുകയാണ്, പല കുമ്പസാരക്കാരും കാര്യങ്ങൾ സുഗമമായി മുമ്പോട്ട് പോകുമ്പോൾ നല്ല ആത്മീയ പിതാക്കന്മാരായി വർത്തിക്കും. എന്നാൽ ആത്മാവിന് കൂടുതൽ സഹായം ആവശ്യമായി വരുമ്പോൾ അവർ ആത്മാവിനെ മനസ്സിലാക്കാൻ സാധിക്കാതെയോ പരിഭ്രമിച്ചു പോകും. എത്രയും വേഗം ആ വ്യക്തിയെ ഒഴിവാക്കി കിട്ടാൻ അവർ ശ്രമിക്കും. എന്നാൽ ആത്മാവ് എളിമയുള്ളതാണെങ്കിൽ അതിന് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇത് ഗുണം ചെയ്യും. അതിൻ്റെ എളിമയും വിശ്വാസ്യവും മൂലം ദൈവം തന്നെ ആത്മാവിന് ആവശ്യമായ പ്രകാശം നൽകും. കുമ്പസാരക്കാരൻ തന്നെ താൻ ഒരിക്കലും പറയാൻ ഉദ്ദേശിക്കാതിരുന്ന കാര്യങ്ങൾ അറിയാതെ പറഞ്ഞു പോകും. ഓ, ഈ വചനങ്ങൾ കർത്താവിൻ്റെ തന്നെ വചനങ്ങളാണെന്ന് ആത്മാവ് വിശ്വസിക്കട്ടെ. കുമ്പസാരക്കൂട്ടിൽ പറയുന്ന ഓരോ വാക്കും കർത്താവിൻ്റെ വചനങ്ങളായി തന്നെ നാം കരുതണം. എന്നാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചവ കർത്താവിൽ നിന്ന് നേരിട്ട് വരുന്നതായി കരുതണം. വൈദികന് തന്നെ നിയന്ത്രിക്കാൻ സാധിക്കാതെ താൻ പറയാൻ ആഗ്രഹിക്കാത്തവ സംസാരിക്കുകയാണെന്ന് ആത്മാവ് മനസ്സിലാക്കണം. ഇപ്രകാരമാണ് കർത്താവ് വിശ്വാസത്തിന് പ്രതിസമ്മാനം നൽകുന്നത്. ഞാൻ തന്നെ പലപ്പോഴും ഇത് അനുഭവിച്ചിട്ടുണ്ട്. വളരെ പണ്ഡിതനായ ഒരു വന്ധ്യവൈദികൻ്റെ പോഡ്സ്കയിലെ സിസ്റ്റേഴ്സിൻ്റെ കുമ്പസാരക്കാരൻ അടുത്ത് ചിലപ്പോഴെല്ലാം ഞാൻ കുമ്പസാരിക്കാൻ പോകുമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം എതിർക്കുകയും എപ്പോഴും വളരെ കർക്കശത്തോടെ സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, സിസ്റ്റർ, ഇത് മനസ്സിലാക്കുക, ദൈവം നിന്നിൽ നിന്ന് ഇത് ആവശ്യപ്പെടുന്നെങ്കിൽ നീ എതിർത്ത് നിൽക്കരുത്. ഇപ്രകാരം പുകഴ്ത്തപ്പെടാൻ ചില സന്ദർഭങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നു. സമാധാനമായിരിക്കുക, ദൈവം ആരംഭിച്ചത് അവിടുന്ന് തന്നെ പൂർത്തിയാക്കും. എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, ദൈവത്തോട് വിശ്വസ്തതയും എളിമയും ഉള്ളവൾ ആയിരിക്കുക. വീണ്ടും ഞാൻ പറയുന്നു, എളിമയുണ്ടായിരിക്കുക. ഞാൻ ഇന്ന് നിന്നോട് പറഞ്ഞവ എപ്പോഴും നിൻ്റെ മനസ്സിലുണ്ടായിരിക്കട്ടെ. എനിക്ക് വളരെ സന്തോഷമായി. ഒരുപക്ഷെ ഈ വൈദികൻ എന്നെ മനസ്സിലാക്കി കാണും എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുക്കൽ കുമ്പസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചില്ല. ഒരിക്കൽ പ്രായമായ മഠാധിപകളിൽ ഒരാൾ എന്നെ വിളിച്ച് കഠിനമായി ശകാരിച്ചു. എന്ത് സംബന്ധിച്ചാണെന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. എന്നാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യത്തെപ്പറ്റിയായിരുന്നെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അവർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ, ഇത്രമാത്രം പോരായ്മകളുള്ള നിന്നെപ്പോലുള്ള നികൃഷ്ട വ്യക്തികളോട് കർത്താവീശോ ഇത്ര ഉറ്റ ബന്ധം പുലർത്തുമെന്ന വിചാരം നിന്റെ തലയിൽ നിന്ന് എടുത്തു മാറ്റുക. വിശുദ്ധരായ ആത്മാക്കളുമായി മാത്രമേ കർത്താവീശോ ഇപ്രകാരം ബന്ധപ്പെടുകയുള്ളൂ.
അവർ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ അംഗീകരിച്ചു. കാരണം ഞാൻ തീർത്തും ഒരു നികൃഷ്ട വ്യക്തി തന്നെയാണ്. എങ്കിലും ദൈവത്തിൻ്റെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു. കർത്താവിനെ കണ്ടപ്പോൾ ഞാൻ എളിമയോടെ പറഞ്ഞു, ഈശോയെ, നികൃഷ്ടയായ എന്നെപ്പോലുള്ളവരോട് അങ്ങ് ഉറ്റ സമ്പർക്കം പുലർത്തുകയില്ലെന്ന് കേൾക്കുന്നല്ലോ. എൻ്റെ മകളെ, സമാധാനമായിരിക്കുക. ഇപ്രകാരമുള്ള നികൃഷ്ടതയിലാണ് എൻ്റെ കരുണയുടെ ശക്തി വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ മഠാധിപ എന്നെ ഗുണകരമായ എളിമപ്പെടുത്തലിന് വിധേയയാക്കുകയായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി. ഓ എൻ്റെ ഈശോയെ, എൻ്റെ ഈ ഹ്രസ്വ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം അങ്ങനെ പരീക്ഷിച്ചു. പല കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. അവയെപ്പറ്റി ഞാനിപ്പോൾ വിസ്മയിക്കുന്നു. ഓ ദൈവകരങ്ങളിലേക്ക് തന്നെ പൂർണ്ണമായും വിട്ടുകൊടുക്കുന്നതും എൻ്റെ ആത്മാവിൽ പ്രവർത്തിക്കാൻ ദൈവത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതും എത്ര ആനന്ദപ്രദമാണ്. എൻ്റെ വ്രതത്തിൻ്റെ 3-ാം വർഷം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ എന്നെ തന്നെ അവിടത്തേക്ക് സമർപ്പിക്കണമെന്ന് കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നു. ഒരു ബലിവസ്തുവായി അവിടുത്തെ മുൻപിൽ എപ്പോഴും ഞാൻ നിൽക്കണം. ആദ്യമെല്ലാം വളരെ ഭയപ്പെട്ടു. ഞാൻ തീർത്തും നികൃഷ്ടയാണെന്ന് എനിക്ക് തന്നെ തോന്നി. അങ്ങനെ തന്നെയാണെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ കർത്താവിനോട് വീണ്ടും പറഞ്ഞു, ഞാനൊരു നികൃഷ്ട ജീവിയാണ്. എങ്ങനെ എനിക്ക് ബലിയാകാൻ സാധിക്കും? ഇത് നിനക്കിന്ന് മനസ്സിലാവുകയില്ല. നാളെ നിന്റെ ആരാധനയുടെ സമയത്ത് ഞാനത് മനസ്സിലാക്കി തരും. ഈ വാക്കുകൾ എൻ്റെ ആത്മാവിൽ ആഴമായി പതിഞ്ഞു. എൻ്റെ ഹൃദയവും ആത്മാവും വിറകൊണ്ടു. ദൈവവചനം ജീവിക്കുന്നു. ആരാധനയ്ക്കായി വന്നപ്പോൾ അഗ്രാഹ്യവും അനന്തമഹത്വമുള്ളതുമായ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച പ്രതീതിയാണ് എൻ്റെ ആത്മാവിന് അനുഭവപ്പെട്ടത്. അവിടുത്തെ സന്നിധിയിൽ ഏറ്റവും വിശുദ്ധമായ ആത്മാവിൻ്റെ പോലും അവസ്ഥ എപ്രകാരമാണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു. പുറമെ ഞാൻ ഒന്നും കണ്ടില്ലെങ്കിലും ദൈവ സാന്നിധ്യത്താൽ ഞാൻ പൂരിതയായി. ആ നിമിഷത്തിൽ എൻ്റെ ബുദ്ധി അതിശയകരമാം വിധം പ്രകാശിതമായി. എനിക്കൊരു ആത്മീയ ദർശനം ലഭിച്ചു. അത് ഒലിവുമലയിൽ ഈശോയ്ക്കുണ്ടായ ദർശനം പോലെയായിരുന്നു. ആദ്യം ശാരീരികമായ സഹനം. എല്ലാ സാഹചര്യങ്ങളും അതിൻ്റെ തീവ്രത കൂട്ടി. ആർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത ആത്മീയ സഹനങ്ങൾ അതിൻ്റെ പൂർണ്ണ വ്യാപ്തിയിൽ എല്ലാം ഈ ദർശനത്തിൽ കടന്നു വന്നു. തെറ്റിദ്ധാരണകൾ, സൽപ്പേരിന് കളങ്കം ഞാനിവിടെ ചുരുക്കി പറയുകയാണ്. ഈ സമയത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ലായിരുന്നു പിന്നീട് ഞാൻ കടന്നുപോയ അനുഭവങ്ങൾ. അവ അത്രയ്ക്ക് സുവ്യക്തമായിരുന്നു. എൻ്റെ പേര് ബലി എന്നായി. ദർശനം അവസാനിച്ചപ്പോൾ ഞാൻ വിയർത്തു കുളിച്ചു. ഇതിന് സമ്മതം നൽകിയില്ലെങ്കിലും ഞാൻ രക്ഷിക്കപ്പെടുമെന്നും അവിടുത്തെ കൃപാവർഷം കുറയുകയില്ലെന്നും അവിടുന്നുമായി ഈ ഉറ്റ സമ്പർക്കം തുടർന്നു കൊണ്ടുപോകുമെന്നും ഈശോ എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഞാൻ ഈ ബലി സമർപ്പണത്തിന് തയ്യാറായില്ലെങ്കിലും അതുമൂലം ദൈവത്തിൻ്റെ ഔദാര്യം കുറയുന്നില്ല. ബലിയർപ്പണത്തിനായുള്ള ബോധപൂർവവും സ്വതന്ത്രവുമായ എൻ്റെ സമ്മതത്തെ ഈ മുഴുവൻ രഹസ്യവും ആശ്രയിച്ചിരിക്കുന്നുവെന്ന് കർത്താവ് മനസ്സിലാക്കി തന്നു. ദൈവത്തിൻ്റെ മഹിമപ്രതാപത്തിൻ്റെ മുമ്പിൽ ഈ സ്വാതന്ത്ര്യവും ബോധപൂർവവുമായ പ്രവൃത്തിയിലാണ് മുഴുവൻ ശക്തിയും മൂല്യവും അടങ്ങിയിരിക്കുന്നത്. ഞാൻ സമർപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ എന്നിൽ നിറവേറിയില്ലെങ്കിലും കർത്താവിൻ്റെ സമക്ഷം എല്ലാം പൂർത്തീകരിക്കപ്പെട്ട പോലെയാണ്. ആ നിമിഷം അഗ്രാഹ്യമായ മഹത്വത്തിലേക്ക് ഞാൻ ഉൾച്ചേരുന്നതായി അനുഭവപ്പെട്ടു. എൻ്റെ സമ്മതത്തിനായി ദൈവം കാത്തിരിക്കുന്നതായി തോന്നി. എൻ്റെ ആത്മാവ് കർത്താവിൽ നിമഗ്നയായി. ഞാൻ പറഞ്ഞു, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എന്നിൽ സംഭവിക്കട്ടെ. അങ്ങേ തിരുമനസ്സിന് ഞാൻ കീഴ്വഴങ്ങുന്നു. ഇന്നു മുതൽ അങ്ങേ തിരുമനസ്സാണ് എൻ്റെ പോഷണം. അങ്ങേ കൃപയുടെ സഹായത്താൽ അവിടുത്തെ കൽപ്പനകളോട് ഞാൻ വിശ്വസ്തയായിരിക്കും. അവിടുത്തെ ഇഷ്ടം പോലെ എന്നോട് വർത്തിക്കുക. ഓ കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും എന്നോട് കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു. പെട്ടെന്ന് ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ബലിയർപ്പണത്തിന് സമ്മതം നൽകിയപ്പോൾ ദൈവ സാന്നിധ്യത്താൽ ഞാൻ പൂരിതയായി. എൻ്റെ ആത്മാവ് ദൈവത്തിൽ നിമഗ്നയായി. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വിധം ഒരംശം പോലും എഴുതി അറിയിക്കാൻ വയ്യാത്ത വിധം ആനന്ദത്താൽ ഞാൻ നിറഞ്ഞു കവിഞ്ഞൊഴുകി. അവിടുത്തെ മഹത്വം എന്നെ പൊതിയുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. അസാധാരണമാം വിധം ദൈവവുമായി ഞാൻ സംയോജിക്കപ്പെട്ടു.
ദൈവം എന്നിൽ സംപ്രീതനായെന്ന് ഞാൻ അറിഞ്ഞു. പകരം എൻ്റെ ആത്മാവ് ദൈവത്തിൽ നിമഗ്നമായി. ദൈവവുമായുള്ള ഈ ഐക്യത്തെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ പ്രത്യേകമായി സ്നേഹിക്കപ്പെടുന്നതായി അനുഭവപ്പെട്ടു. ഞാൻ പൂർണ്ണാത്മാവോടെ ദൈവത്തെ തിരിച്ചും സ്നേഹിച്ചു. ആ ആരാധനയിൽ ഒരു വലിയ രഹസ്യം സംഭവിച്ചു. കർത്താവും ഞാനുമായുള്ള ഒരു നിഗൂഢ രഹസ്യം. അവിടുത്തെ നോട്ടത്തിൽ തന്നെ സ്നേഹം കൊണ്ട് ഞാൻ മരിച്ചു പോകുമെന്ന് പോലും തോന്നി. ഒരു വാക്കുപോലും പറയാതെ തന്നെ കർത്താവുമായി ഞാൻ വളരെ സംസാരിച്ചു. കർത്താവ് എന്നോട് പറഞ്ഞു, നീ എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാണ്. ഇന്നു മുതൽ നിൻ്റെ എല്ലാ പ്രവൃത്തികളും, അവ എത്ര ചെറുതാണെങ്കിലും നീ എന്തു ചെയ്താലും അതെല്ലാം എൻ്റെ നയനങ്ങൾക്ക് ആനന്ദമാണ്. ആ സമയത്ത് ഞാൻ രൂപാന്തരപ്പെട്ടതായി തോന്നി. എൻ്റെ ഭൗമിക ശരീരം അതുപോലെയിരുന്നു. എന്നാൽ എൻ്റെ ആത്മാവിന് വ്യതിയാനം സംഭവിച്ചു. ഇപ്പോൾ ദൈവം തൻ്റെ പൂർണ്ണ ആനന്ദത്തോടെ അതിൽ വസിക്കുകയായിരുന്നു. ഇത് ഒരു തോന്നലല്ല, ഒന്നിനും മറയ്ക്കാൻ സാധിക്കാത്ത ബോധപൂർണമായ സത്യമാണ്. ദൈവവും ഞാനുമായി ഒരു വലിയ നിഗൂഢ രഹസ്യം സഫലമായി. എൻ്റെ ആത്മാവിൽ ധൈര്യവും ശക്തിയും സംജാതമായി. ആരാധന കഴിഞ്ഞപ്പോൾ മുമ്പ് ഞാൻ ഭയപ്പെട്ടിരുന്നതെല്ലാം ശാന്തമായി അഭിമുഖീകരിക്കാനുള്ള ശക്തി ലഭിച്ചു. ഞാൻ ഇടനാഴിയിലേക്ക് വന്നപ്പോൾ ഒരു പ്രത്യേക വ്യക്തിയിൽ നിന്ന് വലിയ സഹനവും എളിമപ്പെടുത്തലും എന്നെ കാത്തിരിക്കുകയായിരുന്നു. വളരെ മനോദാർഢ്യത്തോടുകൂടി ഞാനത് സ്വീകരിച്ചുകൊണ്ട് ഈശോയുടെ ഏറ്റവും മാധുര്യമുള്ള തിരുഹൃദയത്തെ ഗാഢമായി ആലിംഗനം ചെയ്തു. ഞാൻ എന്തിനു വേണ്ടി സമർപ്പിച്ചുവോ അതിന് ഞാൻ തയ്യാറാണെന്ന് അവിടുത്തേക്ക് മനസ്സിലാക്കി കൊടുത്തു. സഹനങ്ങൾ ഭൂമിയിൽ നിന്ന് പൊട്ടി വരുന്നതായി തോന്നി. മദർ മാർഗരറ്റ് പോലും അത്ഭുതപ്പെട്ടു. മറ്റുള്ളവരെ സംബന്ധിച്ച് പല കാര്യങ്ങളും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. എന്നാൽ എൻ്റെ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്നില്ല. ഓരോ വാക്കും വിശകലനം ചെയ്യപ്പെടുന്നു. ഓരോ പ്രവൃത്തിയും നിരീക്ഷിക്കപ്പെടുന്നു. ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ, മദർ സുപ്പീരിയറിൻ്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയ കുരിശ് സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊള്ളുക. എനിക്ക് നിന്നോട് സഹതാപം തോന്നുന്നു. എന്നാൽ എന്നെ സംബന്ധിച്ച് അന്തരാത്മാവിൽ ഞാൻ ആനന്ദിക്കുകയായിരുന്നു. വളരെ നാളായി ഞാൻ അതിന് തയ്യാറാകുകയായിരുന്നു. എൻ്റെ ധൈര്യം കണ്ടപ്പോൾ അവൾക്ക് അത്ഭുതമായി. ഒരാത്മാവിന് തനിയെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ കർത്താവിനോട് കൂടി അതിന് എല്ലാം സാധ്യമാണെന്ന് ഞാനിപ്പോൾ അറിയുന്നു. എന്തെല്ലാം ദൈവകൃപയ്ക്ക് ചെയ്യാൻ സാധിക്കും എന്ന് കാണുക. ദൈവകൃപയെ കാംക്ഷിക്കുന്നവർ വളരെ വിരളമാണ്. ആ ഉൾപ്രേരണകളെ വിശ്വസ്തയോടെ അനുധാവനം ചെയ്യുന്നവർ അതിലും കുറവാണ്. എങ്കിലും ദൈവത്തോട് വിശ്വസ്തതയുള്ള ഒരാത്മാവിന് അതിൻ്റെ തന്നെ ഉൾപ്രേരണകളെ വിവേചിക്കാൻ സാധ്യമല്ല. അവയെ വളരെ വിവേകവും പാണ്ഡിത്യവുമുള്ള ഒരു വൈദികൻ്റെ ഉപദേശത്തിന് സമർപ്പിക്കണം. നല്ല ഉറപ്പ് വരുന്നതുവരെ അവയെ വിശ്വസിക്കരുത്. സ്വന്തം പ്രചോദനങ്ങളിൽ മാത്രം ആശ്രയിച്ച് തൻ്റെ വിശ്വാസം ഈ പ്രചോദനങ്ങളിലും മറ്റു വലിയ കൃപകളിലും അർപ്പിക്കരുത്. കാരണം അത് വലിയ നാശത്തിന് വഴിതെളിച്ചേക്കും. തെറ്റായ പ്രചോദനങ്ങളും ദൈവത്തിൽ നിന്നുള്ള കൃപകളും തമ്മിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ ഒരാത്മാവിന് സാധിച്ചാലും വളരെ ശ്രദ്ധയുള്ളവളായിരിക്കണം. എന്തെന്നാൽ പല കാര്യങ്ങളും അനിശ്ചിതമാണ്. ഒരാത്മാവ് ദൈവത്തെ സംശയിക്കുമ്പോൾ അവിടുന്ന് സംപ്രീതനാകുകയും ആനന്ദിക്കുകയും ചെയ്യും. എന്തെന്നാൽ ആ ആത്മാവ് ദൈവത്തെ സ്നേഹിക്കുകയും ദൈവം തന്നെയാണോ തന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ ശ്രദ്ധയോടെ സഹായം ആരായുകയും അന്വേഷിക്കുകയും ചെയ്യുന്നു. വളരെ പണ്ഡിതനായ ഒരു കുമ്പസാരക്കാരൻ ഇത് സ്ഥിരീകരിച്ചാൽ ആത്മാവിന് സമാധാനം ലഭിക്കുകയും ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾക്ക് തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്യാം. എന്നാൽ അത് കുമ്പസാരക്കാരൻ്റെ അനുമതിയോടെ ആയിരിക്കണം. നിഷ്കളങ്ക സ്നേഹത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പ്രയാസങ്ങളോ എതിർപ്പുകളോ അതിനെ തടസ്സപ്പെടുത്തുകയില്ല. വലിയ ക്ലേശങ്ങളുടെ മധ്യത്തിലും അത് ഉറച്ചു നിൽക്കും. ദുഷ്കരവും വിരസവുമായ അനുദിന ജീവിതത്തിൽ അത് സ്ഥിരതയോടെ പ്രവർത്തിക്കും. ദൈവത്തെ സംപ്രീതപ്പെടുത്താൻ ഒരു കാര്യം മാത്രം മതിയെന്ന് അതറിയുന്നു. ഏറ്റവും ചെറിയ കാര്യം പോലും വലിയ സ്നേഹത്തോടെ ചെയ്യുക. സ്നേഹം, എല്ലായ്പ്പോഴും സ്നേഹം. പരിശുദ്ധമായ സ്നേഹം ഒരിക്കലും വഴിതെറ്റിക്കില്ല. അതിൻ്റെ പ്രകാശം അതിശയകരമാം വിധം സമർത്ഥമാണ്. ദൈവത്തിന് അപ്രീതി ജനിക്കുന്ന ഒന്നും അത് ചെയ്യുകയില്ല. ദൈവത്തെ കൂടുതൽ പ്രീതിപ്പെടുത്തുന്നവ ചെയ്യുന്നതിൽ അതിന് നൈപുണ്യമുണ്ടായിരിക്കും.
ആർക്കും അതിനെ വെല്ലുവാൻ സാധിക്കുകയില്ല. പരിശുദ്ധമായ യാഗം പോലെ അർപ്പിക്കപ്പെടാനും തന്നെ ശൂന്യവൽക്കരിക്കാനും അതിന് സന്തോഷമായിരിക്കും. എത്രമാത്രം നൽകുന്നുവോ അത്രമാത്രം സന്തോഷം അത് അനുഭവിക്കും. സ്നേഹത്തിന് കഴിയുന്നത് പോലെ അകലെ നിന്ന് അപകടം മണത്തറിയാൻ മറ്റൊന്നിനും സാധിക്കുകയില്ല. എപ്രകാരം അനാവരണം ചെയ്യണമെന്നും ആരുമായി ഇടപെടണമെന്നും മറ്റും അതിന് നന്നായി അറിയാം.